ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആവിയിൽ തയ്യാറാക്കിയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. മൈദക്ക് പകരം അരിപ്പൊടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അതും ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇല്ലാതെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിനായിട്ട് ഞാനിവിടെ 4 മുട്ട ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ടുള്ള മുട്ട യൂസ് ചെയ്യരുത്. ഇനി ഈ മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാം. അതല്ലാന്നാണെങ്കിൽ മിക്സിയിലൊന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്താൽ മതി. 3 മിനിറ്റ് നേരത്തേക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇല്ലാതെയാണ്. അതുകൊണ്ടാണ് 4 മുട്ട എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത്ര മുട്ട എടുക്കാൻ താല്പര്യം ഇല്ല എന്നാണെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ 2 മുട്ട മാത്രം മതിയാകും. ഇതിപ്പം ബേക്കിംഗ് പൗഡറൊന്നും ചേർക്കാത്തത് കൊണ്ടാണ് 4 മുട്ട എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ 3 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 4 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ 1/4 കപ്പ് മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. അതും അല്ലെങ്കിൽ 1/4 കപ്പ് ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. അതിനുശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് കൂടി നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മിക്സിയിലാണ് ബീറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ മുട്ടയും പഞ്ചസാരയും പൊടിച്ച പഞ്ചസാരയും ബട്ടറും ഒരുമിച്ചിട്ടിട്ട് 5 മിനിറ്റ് നേരത്തേക്ക് നല്ലതുപോലെ ഹൈ സ്പീഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ മൊത്തത്തിൽ 5 മിനിറ്റ് നേരത്തേക്ക് ഞാൻ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലോട്ട് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇടിയപ്പത്തിലൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് കേക്കാണല്ലോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൊക്കോ പൗഡർ ഇല്ലയെന്നാണെങ്കിൽ കൊക്കോ പൗഡർ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് നമുക്ക് ആവിയിൽ തയ്യാറാക്കിയിട്ടുള്ള വാനില കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. കൊക്കോ പൗഡറിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുമിച്ച് ചേർത്ത് കൊടുക്കേണ്ട, കുറച്ചായി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് തന്നെ ഒരു സ്പാച്ചിൽ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകിൽ ഇതുപോലെ സ്പാച്ചിൽ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതല്ല ബീറ്റർ വെച്ചിട്ടാണെങ്കിൽ ലോ സ്പീഡിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ സ്പാച്ചിൽ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. ഇനി നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ കുഞ്ഞു സ്റ്റീൽ ബൗളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ ഒന്ന് ബട്ടറോ നെയ്യോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ബാറ്റർ ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഒരു കേക്ക് മോൾഡിലാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ ഞാനൊരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊന്നും വേണമെന്നില്ല, ബട്ടർ മാത്രം ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒന്ന് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുകയാണല്ലോ, അപ്പോൾ വെള്ളത്തുള്ളികൾ ഇതിലേക്ക് ഉറ്റാതിരിക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ അലൂമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇഡ്ഡലി തട്ടിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിവിടെ ഇഡ്ഡലി തട്ടിലാണ് വെച്ച് കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ആവി വന്ന ശേഷം ഇതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം അടച്ച് വെച്ചിട്ട് 20 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കേക്ക് തയ്യാറായിട്ടുണ്ടോ നോക്കാം. നല്ല ചൂടാണ്. ഈ അലൂമിനിയം ഫോയിലൊന്ന് മാറ്റിയ ശേഷം ഒരു കത്തിയോ ഒരു സ്പൂണോ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ നല്ലതുപോലെ തന്നെ കുക്കായിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒട്ടിപ്പിടിക്കില്ല. കണ്ടല്ലോ, ഇതിപ്പോൾ ഇവിടെ ഒന്നും തന്നെ ബാറ്ററൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂട് പോകാനായിട്ടൊന്ന് മാറ്റി വെക്കണം. റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. ഒരു ഫാനിൻ്റെ താഴെ വെച്ചാൽ മതി. 10 മിനിറ്റോടെ തന്നെ ചൂട് പോയി കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ ചൂടൊക്കെ നല്ലതുപോലെ പോയി കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ലതുപോലെ തന്നെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാനും പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്.
ഈ ഒരു കേക്ക് കണ്ടാൽ പറയില്ല ഇത് അരിപ്പൊടി കൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന്. പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. നമ്മൾ മൈദയൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതേപോലെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. കണ്ടല്ലോ, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത്. നല്ല അടിപൊളി കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. ഇനി നമുക്ക് ധൈര്യമായിട്ട് തന്നെ കുട്ടികൾക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇല്ലാതെ തന്നെ കേക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം നല്ല സ്പോഞ്ചി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന്. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇത് കാണുമ്പോൾ മാത്രമല്ല കഴിക്കുമ്പോൾ പോലും മനസ്സിലാവില്ല അരിപ്പൊടി കൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. കൊക്കോ പൗഡർ ചേർക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വാനില കേക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ആവിയിൽ തയ്യാറാക്കിയിട്ടുള്ള വാനില കേക്കിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാകുമ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.